BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. വൃശ്ചിക ശിവരാത്രി വെള്ളപ്പൊക്കത്തെ തുടർന്ന് പറവൂർ തീരദേശ പഞ്ചായത്തുകളിലെയും താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരും ദുരിതത്തിലായി. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഉയർന്ന വേലിയേറ്റ വെള്ളപ്പൊക്കത്തിൽ വൈപ്പിൻ, പറവൂർ, വരാപ്പുഴ, ചെല്ലാനം തീരദേശ മേഖലയിലെ ജനങ്ങളും ഈ മേഖലയോട് ചേർന്ന ചെമ്മീൻ കെട്ടുകളും ദുരിതത്തിലാണ്. വീടുകളിലും പാതകളിലും ഓരുവെള്ളം കയറിയതിനാൽ വൻ നഷ്ടമാണ് ഉണ്ടായത്. ചെമ്മീൻ കെട്ട് കർഷകരും തൊഴിലാളികളും ദുരിതത്തിലായി. ചെമ്മീൻ കെട്ടുകളുടെ പുറം ചിറകൾ മുങ്ങി തൂമ്പിന് മുകളിലൂടെ വെള്ളം കയറിയിറങ്ങുന്നത് പല കെട്ടുകളുടെയും പുറം ചിറകൾ പൊട്ടിപ്പോകുന്നതിനും ചിറകൾക്ക് കേടുപാടുണ്ടാക്കാനും കാരണമായിരിക്കുകയാണ്. പുറം ചിറകൾ കവിഞ്ഞ് തുമ്പിന് മുകളിലൂടെ വെള്ളം കയറിയിറങ്ങുന്നത് മൂലം കെട്ടുകളിൽ വളർത്തിയിരുന്ന ചെമ്മീനും ഞണ്ടുകളും വെള്ളപ്പൊക്കത്തിൽ പുഴയിലേക്ക് ഒഴുകിപ്പോയി വൻ നഷ്ടമാണ് ഉണ്ടായത്. ആഗോളതാപനത്തിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനത്തിൽ വന്ന മാറ്റമാണ് വേലിയേറ്റത്തിന് കാരണമായി പറയുന്നത്. തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട മുൻകരുതൽ നടപടികളൊന്നും സ്വീകരിക്കാതിരിക്കുന്നതാണ് പ്രശ്നം ഗുരുതരമാക്കിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് എക്കോ ഫാമേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി KX സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. നായ്ക്കളെ വീട്ടിൽ കൂട്ടത്തോടെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നതോടെ റവന്യൂ വകുപ്പ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പരിസരവാസികൾക്ക് പ്രയാസം നേരിടുന്നതായി ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസർ ആലിസിന്റെ നേതൃത്വത്തിൽ റവന്യൂ വകുപ്പ് സ്ഥലം സന്ദർശിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കുന്നത്തനാട് പഞ്ചായത്തിലെ 10-ാം വാർഡ് വെമ്പിളിയിലാണ് ഇത്തരത്തിൽ വീട് വാടകയ്ക്കെടുത്ത് 30-ലധികം നായ്ക്കളെ വളർത്തുന്നത്. പട്ടികളുടെ കൂട്ടത്തോടെയുള്ള കുരമൂലം പരിസരത്ത് താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ചില സമയങ്ങളിൽ അസഹനീയ ദുർഗന്ധമാണെന്നും നാട്ടുകാർ പറയുന്നു. ലഹരിക്കെതിരെ പ്രതിരോധം ശക്തമാക്കാനൊരുങ്ങി എറണാകുളം ജില്ല. എൻഫോഴ്സ്മെന്റ് നടപടികൾ കർശനമാക്കുന്നതോടൊപ്പം ബോധവൽക്കരണത്തിൽ മാറ്റം വരുത്താനാണ് തീരുമാനം. വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമായി നടത്തുന്ന നിലവിലെ ബോധവൽക്കരണ മൊഡ്യൂളുകൾ അപര്യാപ്തമാണെന്ന വിലയിരുത്തലിലാണ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള നാർക്കോ കോർഡിനേഷൻ കമ്മിറ്റി പുതിയ തീരുമാനമെടുത്തത്. സംസ്ഥാനത്തെ മികച്ച കളക്ടറായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം എറണാകുളം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു കളക്ടർ NSK ഉമേഷ്. സഹപ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും മികച്ച പിന്തുണയാണ് നേട്ടത്തിന് പ്രാപ്തനാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അർബൻ സഹകരണ ബാങ്ക് അഴിമതി കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിൽ ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. പിടിയിലായ 2 പേരെ കൂടാതെ 14 പേരെയാണ് അന്വേഷിക്കുന്നത്. 18 പേരിൽ മുൻ പ്രസിഡന്റുമാരായ KM സലാം, ബാബു ജോൺ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നത് കോടതി തടഞ്ഞു. S അഷ്റഫ്, VP റസാഖ് എന്നിവർ നേരത്തെ റിമാൻഡിൽ പോയതിനാൽ അവരെയും ഒഴിവാക്കി. സലാമും ബാബു ജോണും 50,000 രൂപയും 2 ആൾ ജാമ്യവും നൽകണമെന്നും ബാക്കിയുള്ളവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നുമാണ് കോടതിയുടെ ഉത്തരവ്. സലീമിനെ വീട്ടിലും ചികിത്സയിലുമുള്ള ബാബു ജോണിനെ ആശുപത്രിയിലും എത്തിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തിരുന്നു. രവികുമാർ തനിക്ക് 60% ശാരീരിക പ്രയാസങ്ങളുണ്ടെന്നും അറസ്റ്റ് തടയണമെന്നും ആവശ്യപ്പെട്ട് ചികിത്സാ രേഖകൾ ഉൾപ്പെടെ കോടതിയിൽ സമർപ്പിച്ചെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് തനിച്ചെത്തിയത് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ എതിർക്കുകയായിരുന്നു. ഇതിനിടെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയ സാഹചര്യത്തിൽ പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. ജാമ്യം തടയണമെന്നും ഇക്കാര്യത്തിൽ തങ്ങളുടെ വാദം കേൾക്കണമെന്നും ആവശ്യപ്പെട്ട് നിക്ഷേപ സംരക്ഷണ സമിതി സുപ്രീം കോടതിയിൽ ഇതിനിടെ ക്വൈറ്റ് ഫയൽ ചെയ്തു. തനിക്കെതിരായ ഹർജിയിൽ തന്നെ കൂടി കേൾക്കണമെന്നും എന്നിട്ടേ വിധി പറയാവൂ എന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് കോവിഡ് ഹർജി. സംഭവത്തിൽ പലരുടെയും പേരിലും 1-ലധികം കേസുകളാണ് പോലീസും ക്രൈംബ്രാഞ്ചും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മുൻ സെക്രട്ടറിമാർ 5 കേസുകളിൽ പ്രതികളാണ്. ഫണ്ട് ദുർവിനിയോഗം, കൃത്രിമ രേഖ ചമയ്ക്കൽ, ഒരു വസ്തുവിന്റെ ഈടിൽ 1-ലധികം വായ്പകളിലൂടെ പലരുടെയും പേരിൽ കോടികളുടെ വെട്ടിപ്പ് നടത്തിയത് ഉൾപ്പെടെയുള്ള അഴിമതിയാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പിൽ നേരിട്ട് പങ്കാളികളായവർക്ക് സ്വന്തക്കാരുടെയും ജീവനക്കാരുടെയും പേരിൽ വായ്പ പാസാക്കിയ കാലഘട്ടങ്ങളിലെ ബോർഡ് മെമ്പർമാരവർക്കും ഇരകളായി. ഇവരിൽ പലർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. വർഷങ്ങളായി നടന്നുവന്ന വൻ തട്ടിപ്പ് കണ്ടെത്താതിരുന്ന സഹകരണ ബാങ്ക് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരുടെ വീഴ്ച സംബന്ധിച്ചും അന്വേഷണം വേണമെന്നും ആവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 80890117 ബന്ധപ്പെടാവുന്നതാണ്.
ചാലക്കുടിയാറിന് കുറുകെയുള്ള കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നവീകരിക്കാൻ ഒന്നാം ഘട്ടമായി സംസ്ഥാന ബജറ്റിൽ 15 കോടി വകയിരുത്തിയതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. ഷട്ടറുകൾ തുറക്കാൻ കഴിയാത്ത വിധം ദ്രവിച്ച സാഹചര്യത്തിലാണ് മേജർ ഇറിഗേഷൻ വകുപ്പ് ഇതിനായി 32 കോടിയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ കുടിവെള്ള വിതരണം ചാലക്കുടിയാറിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ചാലക്കുടിയാറിലെ വെള്ളം ഇളന്തിക്കരയിലെ പമ്പ് ഹൗസിൽ ശുദ്ധീകരിച്ചാണ് 17 വാർഡുകളിലേക്കും വിതരണം ചെയ്യുന്നത്. കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തകരാറായതിനാൽ ഇവിടെ ഒരു ജലം കയറുന്നതും പതിവാണ്. ഇത് പരിഹരിക്കാൻ എല്ലാ വർഷവും വേനലിൽ മണൽ ബണ്ട് ഇടേണ്ട അവസ്ഥയായിരുന്നു എന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.